നമ്മുടെ സൺഡേ സ്കൂൾ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും സ്നേഹപൂർവമായ അഭിവാദനം. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നേറുന്നു എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ മഹാ സംരംഭത്തിൽ ഭാഗഭാക്കാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്ന രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും സൺഡേ സ്കൂളിൻ്റെ ഒഫീഷ്യൽസിനെല്ലാം ദൈവകൃപ സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞതാണ്. ഒന്ന്, നമ്മുടെ സൺഡേ സ്കൂൾ ദിനം. രണ്ട്, മിഡ് ടേം എക്സാമിനേഷൻസ്. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. പരീക്ഷ എന്നത് ജയിക്കാനും തോക്കാനുമുള്ള ഒരു സംവിധാനം അത്രമല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാനും അത് ഓർത്തെടുക്കാനും ചിന്തിക്കാനും പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു നല്ല അവസരമാണ് നമ്മുടെ പരീക്ഷ. അതുകൊണ്ട് ആരും പരീക്ഷയെ ഭയപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ജയമോ തോൽവിയോ അല്ല ഇതിനകത്ത് കാര്യം. നമ്മൾ അറിയുക, അറിവ് വർദ്ധിപ്പിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ പൊതുവെയുള്ള നാമം ജീസസ് കോൾസ് മീ എന്നതായിരുന്നുവെന്ന് എല്ലാവരും അനുസ്മരിക്കുമല്ലോ. ആ തലക്കെട്ട് നമുക്ക് വളരെ ആകർഷകമായി തോന്നണം. കാരണം ഈ സംരംഭത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് യേശു ക്രിസ്തുവാണ്. അദ്ദേഹം വിളിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഈ ശീർഷകത്തിൻ്റെ അർത്ഥം. യേശു എന്നെ വിളിക്കുന്നു. ജീസസ് കോൾസ് മീ. I am so happy that my beloved students have been responding to that call, knowing full well that Jesus calls every one of them. I am also happy that the teachers have understood the meaning of our title, Jesus Calls Me, because they have also started enthusiastically responding to the call of Jesus Christ. I am also happy that the officials of the Sunday School have accepted this by responding positively to the call from Jesus Christ. So the call comes from Jesus Christ our Lord. Our duty is to respond sincerely, respond with love and a sense of responsibility. Sunday school is for all of us. It is like a life breath. We come into contact with the Bible, we come into contact with our worship, our Orthodox faith, the details of it, and the full meaning of being Orthodox. That is why, and that is how we respond to that loving, tender call from Jesus Christ.
Let us recognize the voice of Jesus, how he calls us amidst all kinds of noises around. Let us keep our ears open to listen to the call and voice of Jesus Christ. He is our teacher. Jesus Christ is making use of our teachers to speak to us so that we will listen to him. So he is calling, I repeat, Jesus Christ is calling every one of us, not only students, not only teachers, the whole church and the whole world. നമുക്ക് ആ ശബ്ദം കേൾക്കാനായി കാതോർക്കാം, അതിനോട് പ്രതികരിക്കാം, ക്രിയാത്മകമായി, സന്തോഷമായി, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ. ആ ഉത്സാഹം ഇത് കേവലം ഒരു സെക്കുലർ പഠന പദ്ധതി പോലെയല്ല. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മനനത്തിൻ്റെയും ഭാഗമാണ് സൺഡേ സ്കൂൾ പഠനം എന്ന് ഗ്രഹിക്കാം. വളരെ ഭംഗിയായി ഇത് മുമ്പോട്ട് പോകട്ടെ. സാധാരണ പോലെയുള്ള സൺഡേ സ്കൂൾ ക്ലാസ് പഠനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ നമുക്ക് ആവോളം ഭംഗിയായും ക്രിയാത്മകമായി ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയേ മതിയാകുള്ളൂ. ഇതിലെല്ലാവരുടെയും സഹകരണം വേണം. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. നമ്മുടെ പുതിയ സൺഡേ സ്കൂൾ സിലബസ് അനുസരിച്ച് ആരാധനാ കാര്യങ്ങളിലും മറ്റും കുട്ടികൾക്ക് പങ്കാളിത്തവും ഉത്സാഹവും ഉണ്ടാകത്തക്കവണ്ണം ആണ് പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഇതിനകം എല്ലാവർക്കും ബോധ്യമായി കാണും. കേവലം കുറേ പാഠങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സാകുക എന്നുള്ളതല്ല. നമുക്ക് സഭയോടും സഭയുടെ നാഥനോടുമുള്ള അടുപ്പവും സ്നേഹവും കടപ്പാടും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒരു മുഖാന്തരമായി നമ്മുടെ സൺഡേ സ്കൂൾ തീരട്ടെ. നമുക്കെല്ലാം കാതോർക്കാം. യേശു ക്രിസ്തു വിളിക്കുന്നു. ജീസസ് കോൾസ് മീ and he is calling me and you. Let us learn to respond to that call of Jesus Christ. May God bless you all. Thank you very much. Grant me, Lord, in thy mercy, a spotless heart all untainted, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy by thy grace, sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy will and abide in a clear
എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമസ്തേ. എൻ്റെ പേര് ജിജി തോംസൺ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. 10 ക്ലാസ് ഒരു സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത്. ഇപ്പോൾ വീണ്ടും സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാം. ഈ കഥ വേദപുസ്തകത്തിലുള്ള കഥയാണ്. ഇത് പഴയ നിയമത്തിലുള്ള കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചിരിക്കാൻ മിക്കവാറും സാധ്യതയില്ല. ഈ കഥ ഏത് ഭാഗത്തെന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകം. 2 പുസ്തകമുണ്ട്. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളുണ്ട്. അതിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കഥയാണിത്. ഞാൻ ആ കഥ മുഴുവൻ വേദപുസ്തകത്തിൽ നിന്നും വായിക്കുന്നില്ല. കഥ അങ്ങ് പറയാം, അതല്ലേ എളുപ്പം. ഈ ഇസ്രയേലിൽ ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു. കഷ്ടിച്ച് 16-17 വയസ്സ്. 16-17 വയസ്സുള്ളപ്പോൾ തന്നെ രാജാവായി. അപ്പൊ അദ്ദേഹത്തിന് വലിയ പരിശീലനമൊന്നുമില്ല, പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു എലീശ. വലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹമാണ് യുവരാജാവിന് വേണ്ട മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ എലീശ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ മെന്റർ ആയിരുന്നു. MENTOR, മെന്റർ. അദ്ദേഹം രാജാവൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എലീശ പ്രവാചകൻ വയസ്സായി. അദ്ദേഹം മരണക്കിടക്കയിലായി. അത് കണ്ട് യുവരാജാവ് ഒത്തിരി സങ്കടപ്പെട്ടു. അദ്ദേഹം മരിച്ചു പോയാൽ പിന്നെ ആരാണ് എന്നെ വഴി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് കരയാൻ തുടങ്ങി. അപ്പൊ എലീശ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കിഴക്കേ കിളിവാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. കിഴക്കേ കിളിവാതിൽ തുറന്നു. എന്നിട്ട് പറഞ്ഞു, അമ്പെയ്യുക എന്ന് പറഞ്ഞു, ഷൂട്ട് എന്ന് പറഞ്ഞു. ഉടനെ യുവരാജാവ് ഉന്നം വെച്ച് അതിൽ കൂടി ആ കിളിവാതിലൂടെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ അമ്പെടുത്ത് നിലത്തടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യുവരാജാവ് ഈ അമ്പെടുത്ത് 3 പ്രാവശ്യം താഴെ അടിച്ചു. 1, 2, 3 എന്നിട്ട് അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പൊ എലീശ പ്രവാചകന് ദേഷ്യം വന്നു. എടുത്ത് പറഞ്ഞു, നിന്നോട് ഞാൻ 3 പ്രാവശ്യം അടിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. നീ എന്തിനാണ് 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തിയത്? നീ 3 പ്രാവശ്യം അടിച്ചു നിർത്തിയത് കൊണ്ട് നീ ശത്രുക്കളെ 3 പ്രാവശ്യമേ തോൽപ്പിക്കുകയുള്ളൂ. നീ ഒരുപാട് പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് കഥ. ഇതിലൊരു വലിയ തത്വം അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നോ നോക്കൂ. പെർസിവറൻസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരുമ്പെട്ടാല് അത് വിജയിക്കുന്നത് വരെ അതിന്റെ പിന്നാലെ പോകണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം, ജയിക്കുന്നത് വരെ. അതാണ് പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ. നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പൊ ഇതേപോലെ ഒരു കഥ നമ്മുടെ കർത്താവും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഉപമ. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുള്ള ഒരു കഥയാണ്, ഒരു ഉപമയാണ്. അതെന്തെന്നറിയാമോ? ഒരു ദിവസം ഒരാളുടെ വീട്ടില് അയാളുടെ ഒരു സ്നേഹിതൻ ചെന്നു. അർദ്ധരാത്രിയിലാണ് ചെന്നത്. ചെന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വലിയ വിഷമായി. കാരണം സ്നേഹിതന് അർദ്ധരാത്രിയിൽ വന്നിരിക്കുക, കഴിക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ നെയ്ബറിന്റെ അടുത്ത്, അയൽവാസിയുടെ അടുത്ത് ചെന്ന് രാത്രിയിൽ ചെന്ന് മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സ്നേഹിത, എനിക്കൊരു 3 അപ്പം കടം തരുമോ? എനിക്ക് അർദ്ധരാത്രിയിൽ എനിക്കൊരു അതിഥി വന്നു, കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു 3 അപ്പം എനിക്ക് വായ്പയായിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലുള്ള അയൽവാസി പറഞ്ഞു, അയ്യോ, ഇപ്പൊ രാത്രിയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തരുതേ, ഞാനിതാ എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ, എനിക്ക് എഴുന്നേറ്റ് വരാൻ വയ്യ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ആതിഥേയൻ എന്ത് ചെയ്തു? അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. യാതൊരു ഒരു വിഷമവും കൂടാതെ അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാല് എന്താ പറയുക, ഷെയിംലെസ് ആയിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഷെയിംലെസ് ആയിട്ട് ലജ്ജിക്കാതെ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേ ഇരുന്നത് കൊണ്ട്, അയ്യോ സ്നേഹിത, പ്ലീസ് ഞാൻ ഒന്ന് കേൾക്കൂ, എനിക്ക് ആ 3 അപ്പം ഒന്ന് തരാമോ, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മറ്റേ ആൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ്, ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് 3 അപ്പം വായ്പ കൊടുത്തു. ഇതാണ് കഥ. അപ്പൊ ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇതുകൊണ്ട് എന്നിട്ട് കർത്താവ് വളരെ ഫേമസ് ആയിട്ടുള്ള 3 കാര്യം പറഞ്ഞു. എന്താണ്?
യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. Ask, it will be given to you. Seek and you will find it. Knock and it will be open to you. ഇതാണ് പറഞ്ഞത്. വളരെ വളരെ പ്രശസ്തമായ 3 വാക്യങ്ങളാണ്. നോക്കൂ, ഈ വാക്യത്തില് മൂന്ന് ക്രിയാപദങ്ങളുണ്ട്. ഏതൊക്കെയാ? ആസ്ക്, സീക്ക്, നോക്ക്. ആസ്ക് ചോദിക്കുക, സീക്ക് അന്വേഷിക്കുക, നോക്ക് മുട്ടുക. എല്ലാം പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? യു ഷുഡ് കീപ് ഓൺ ആസ്കിങ്, യു ഷുഡ് കീപ് ഓൺ സീക്കിങ് ആൻഡ് യു ഷുഡ് കീപ് ഓൺ നോക്കിങ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം, നാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, നാം നോക്ക് ചെയ്തുകൊണ്ടേ മുട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയം എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ പെർസിവറൻസ് ഉണ്ടാവണം. അതാണ് കർത്താവ് പറഞ്ഞത്. ലജ്ജ കൂടാതെ ഒരു ഷെയിംലെസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ കർത്താവിനോട് നിങ്ങൾക്കൊരു ആഗ്രഹം പറയണമെങ്കിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചു പോരാ, അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ദിവസം അത് തുറന്നു തരും. അങ്ങനെ ഒരു പെർസിവറൻസ് ഉണ്ടായി ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സേഫ് ആണല്ലോ അല്ലെ? കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു. എല്ലാരും ടെൻഷൻ അടിച്ചോ? എല്ലാവരും ഓക്കെ ആയി. നമ്മുടെ പുതിയ ക്ലാസ്സിൽ വന്നിരിക്കണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മറന്നുപോയോ? വിശുദ്ധ കുർബാന എന്നുള്ളൊരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുർബാനയുടെ വിവിധ വാക്കുകൾ ലാറ്റിൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ്, എബ്രായ ഭാഷയിലൊക്കെ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയെ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പറയുന്ന പേരുകൾ? പറയൂ. കൊർബൻ, മിസ്സ, എവ്കാറിസ്ത്യ, ദെൻ കൊറോബോ. ഓക്കെ, വെരി ഗുഡ്. യെസ്, കമ്മ്യൂണിയൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. കൂടാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ എങ്ങനെ പോകണം, വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 11:27 അത് നമ്മുടെ മനപ്പാഠവാക്യം കൂടിയാണ്.
അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീര രക്തങ്ങൾ സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. അയോഗ്യമായി, യോഗ്യമല്ലാതെ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ നമ്മൾ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ പ്രതി കുറ്റക്കാരനാകും. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യോഗ്യമായ രീതിയിൽ അതിനെ അനുഭവിക്കുന്നത്? അല്ലെ? നമുക്ക് ചിന്തിച്ചു നോക്കാം. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമ്മൾ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത്? വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർക്ക് മാത്രം മതിയോ? അല്ല, ഇത് പങ്കെടുക്കുന്നവർക്കും നിർബന്ധമുള്ള കാര്യമാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് ഒന്നാമതായി നമുക്ക് വേണ്ടത് പ്രാർത്ഥനയോടെയുള്ള ഒരുക്കം. എന്താ പറഞ്ഞത്? പ്രാർത്ഥനയോടെയുള്ള ഒരുക്കം. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം? വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന്റെ തലേ ദിവസം, അതായത് സൺഡേ ആണല്ലോ നമ്മൾ സാധാരണ പോകുന്നത്. തലേ ദിവസം സാറ്റർഡേ വൈകുന്നേരം മുതൽ നമ്മൾ ഇതിന്റെ ഒരുക്കം ആരംഭിക്കുന്നു. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇനി മുതൽ നമുക്ക് ഇത് പ്രാവർത്തികമാക്കാം. അപ്പൊ പ്രാർത്ഥനയോടെ നമുക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങാം. ടീച്ചർ പറഞ്ഞു, സാറ്റർഡേ വൈകുന്നേരം മുതൽ നമുക്ക് ഇതിനു വേണ്ടി ഒരുങ്ങണം. സാറ്റർഡേ വൈകുന്നേരം വിശുദ്ധ ദേവാലയത്തില് സന്ധ്യാ നമസ്കാരം ഉണ്ടാവും. കഴിവതും നമ്മൾ ഈ സന്ധ്യാ നമസ്കാരത്തിൽ പങ്കെടുക്കണം. പിന്നെയോ, സന്ധ്യാ നമസ്കാരത്തിന് ശേഷം നമ്മൾ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യണം? നമുക്കിപ്പോ ധാരാളം സോഷ്യൽ മീഡിയാസ് ഉണ്ട്. നമുക്ക് TV കാണാം, പിന്നെ മൊബൈലിൽ നോക്കാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കാനുണ്ടാവൂലോ, പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അത് നമ്മൾ പഠിക്കണം. പിന്നെ എന്തുണ്ട്? വിശുദ്ധ വേദപുസ്തകം വായിക്കണം. ഇനിയോ മനപ്പാഠ വാക്യങ്ങള് പഠിക്കാൻ ശ്രദ്ധിക്കാം. അല്ലെ? ഈ ടിവിയും ഫോണൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ, ഭക്ഷണത്തിന് ശേഷം നേരത്തെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിന് ശേഷം നമുക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. അറിയാമോ ഏത് പ്രാർത്ഥന? സൂത്താറ നമസ്കാരം. അതായത് സൂത്താറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന എന്നാണ് സൂത്താറ എന്നതിന്റെ അർത്ഥം. അപ്പൊ സൂത്താറ നമസ്കാരം നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ വീടുകളില് സന്ധ്യാ നമസ്കാരത്തിന്റെ കൂടെ നമ്മൾ ചൊല്ലും. അതായത് കർത്താവേ കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ, നിന്ദയവും നിൻ മോചനവും നിന്നറയിൽ നിന്നേകണമേ. എന്നുടയോനെ സന്നിധിയിൽ നിദ്ര തെളിഞ്ഞെന്നീയടിയാൻ ഒന്നുണർവോടെ നിൽപ്പതിനാ ഉന്നതനെ നീ കൃപ ചെയ്യുക. പിന്നെയുമേ നിന്നടിയാൻ ഞാൻ നിദ്രയിലായെന്നാകിലുമേ, എന്റെ ഉറക്കം സന്നിധിയിൽ ദോഷം കൂടാതാകണമേ. തിന്മകൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക നീ. നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ
നിന്ദയ മോചിച്ചിടണമേ. താഴ്മയിലും നിൻ കുരിശാലേ നല്ലയുറക്കം നൽകണമേ. മായകൾ ദുർസ്വപ്നാദികൾ നിൻ ദാസനു കാണാറാകരുതേ. ഇന്നു സമാധാനം നിറയും നിദ്രയോടന്നെ കാക്കുക നീ. എന്നില സത്വം ദുർദിനവും വന്നധികാരം ചെയ്യരുതേ. അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള കർത്താവെ ഞാനൊക്കെ നിദ്ര ഒഴിഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു ഗീതവും കൂടെ ഉണ്ട്. ഒന്നുകിൽ ആ ഗീതവും നമുക്ക് ചൊല്ലാം. അതിനുശേഷം ഒരു 9 മണിയോടുകൂടി നമ്മള് ഉറങ്ങാൻ കിടക്കുക. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ്? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, കുർബാന അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതിനുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തി കഴിഞ്ഞു ഇല്ലേ? ഇപ്പൊ നമ്മുടെ മനസ്സും വിചാരങ്ങളും എല്ലാം എവിടെയാണ്? വിശുദ്ധ കുർബാനയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിചാരം. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ കിടന്നു. സാധാരണ വിശുദ്ധ ദേവാലയത്തില് 7 മണി 7:30 പ്രഭാത നമസ്കാരം തുടങ്ങും. അതിനു മുമ്പ് നമ്മൾ പള്ളിയിലെത്തണം. അപ്പൊ നമ്മള് അതനുസരിച്ച് സമയം ക്രമീകരിച്ച് പള്ളിയിൽ പോകണം. നമ്മുടെ വീട്ടിലുള്ളവരെയും കൂടെ നമ്മള് നിർബന്ധിക്കണം, അല്ലെ? രണ്ടാമത്തെ ക്രമീകരണം ഭക്ഷണ ക്രമീകരണം. ശനിയാഴ്ച വൈകിട്ട് നമ്മൾ ലഘുഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. ശനിയാഴ്ച വൈകുന്നേരം പുറത്തുപോയി ഭക്ഷണം കഴിക്കണ്ട, അത് നമുക്ക് ഞായറാഴ്ചത്തേക്ക് വിടാം. ശനിയാഴ്ച നമ്മൾ ലഘുഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു. ഞായറാഴ്ച രാവിലെ നമ്മൾ എങ്ങനെ പോണം? വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ എങ്ങനെ പോണം? അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. എങ്ങനെയാ? ഉപവാസത്തോടുകൂടി പോകണം. അതിന്റെ ഇടയ്ക്ക് കാപ്പി കുടിക്കാൻ നിൽക്കരുത്, വെള്ളം കുടിക്കാനൊന്നും നിൽക്കരുത്. വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാവൂ. അതാണ് ഭക്ഷണ ക്രമീകരണം. മൂന്നാമത്തേത് വസ്ത്രങ്ങളുടെ കാര്യത്തിലുള്ള ശ്രദ്ധ. വസ്ത്രങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും? നമ്മളോട് പറയാറുണ്ട്, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ കഴിവതും വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക, കളർ കുറഞ്ഞ ഡ്രസ്സുകൾ ധരിക്കുക, അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അതായത് നമ്മളിപ്പോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് ഇട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കാന്ന് വെച്ചോ, മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരും, ആകർഷിക്കപ്പെടുന്ന നമ്മൾ. അപ്പൊ എന്താവും? അവരുടെ ശ്രദ്ധയും കൂടെ പോവും. അവർക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റില്ല. നമ്മൾ അതിനൊരു കാരണക്കാരനായി തീരും. അതുകൊണ്ട് നമ്മൾ കഴിവതും വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പൊ പിന്നെ ആരും അധികം നോട്ട് ചെയ്യില്ല, അല്ലെ? നമുക്കും കംഫർട്ടബിൾ ആണ്, അവർക്കും കംഫർട്ടബിൾ ആണ്. ഓക്കെ. അതുപോലെ നല്ല ടൈറ്റ് ജീൻസ്, ടീഷർട്ട്, നമ്മുടെ ആൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ടില് ഓരോ പടമൊക്കെ ഉള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വരും. അങ്ങനത്തെ ടീഷർട്ടൊന്നും വേണ്ട. നമുക്ക് ഷർട്ടൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് വേണം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വേണ്ടി. പെൺകുട്ടികളും അതുപോലെ. പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്? നമുക്ക് സ്കാർഫ് വേണം, അല്ലെ? സ്കാർഫ് ഇല്ലാതെ പള്ളിയിൽ പോകരുത്. വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമുക്ക് സ്കാർഫ് ധരിച്ചിരിക്കണം. നിങ്ങള് ഇത് കഴിയുമ്പോൾ, ക്ലാസ് കഴിയുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ എന്തിനാണ് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് വിശുദ്ധ പൗലോസ് ശ്ലീഹ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാലോ. ഇനി ഇപ്പോൾ ആൺകുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ
ഇല്ല എന്നുള്ളത് തന്നെയാണ് ടീച്ചറിന്റെ വിശ്വാസം. എന്തായിരിക്കും? മുടിയൊക്കെ വളർത്തി, അല്ലെ, ഹെയർ ബാൻഡ് ഒക്കെ വെച്ച്, പിന്നെ കാതില് ചിലപ്പോ കമ്മലൊക്കെ ഇടും ആൺകുട്ടികള്. അപ്പൊ അങ്ങനെ നമ്മൾ കുർബാനയ്ക്ക് പോകാൻ പാടുണ്ടോ? ഇല്ല, ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അതിനെന്ത് ന്യായീകരണം പറഞ്ഞാലും അത് ചെയ്യാൻ പാടുള്ളതല്ല. ആൺകുട്ടികൾ ഒരു കാരണവശാലും മുടി വളർത്തരുത്. അപ്പൊ നമ്മൾ കഴിവതും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ലളിതമായ വസ്ത്രം ധരിച്ച് വൃത്തിയോടുകൂടി വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കണം. ഇനി ചെയ്യാലോ നമുക്കങ്ങനെ? യെസ്. അടുത്തതായി എന്താണ് നമുക്ക് വേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? പ്രാർത്ഥനയോടെയുള്ള ഒരുക്കം. 2, ഭക്ഷണ ക്രമീകരണം. 3, നമ്മുടെ വേഷത്തിലുള്ള ശ്രദ്ധ. 4 എന്താണ്? വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യില് ഒരു ചെറിയ ബാഗ് കൈ പിടിക്കാം. സൺഡേ ബാഗില് കുറച്ച് സാധനങ്ങൾ വേണം. 1, വിശുദ്ധ കുർബാനക്രമം. 2, വിശുദ്ധ വേദപുസ്തകം. 3, സൺഡേ സ്കൂൾ പുസ്തകം. 3 പുസ്തകങ്ങൾ വേണം. പിന്നെ ഒരു നോട്ട് ബുക്ക്, പിന്നെ പെന്ന്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ആ ബാഗിൽ കരുതുക. ആ ബാഗ് നമ്മള് തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കണം. 5-മതായി നമുക്ക് എന്താണ് വേണ്ടത്? വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ 5-മതായി ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് മാനസികമായ തയ്യാറെടുപ്പ്, അല്ലെ? വിശുദ്ധ കുർബാനയ്ക്കാണ് പോകുന്നുള്ള ബോധ്യം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകും. ഇനി മാനസികമായി നമ്മൾ എങ്ങനെയൊക്കെയാണ് തയ്യാറെടുക്കുക? ശുദ്ധമായ മനസ്സോടും ഏകാഗ്രമായ ചിന്തയോടും കൂടി വേണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ. വിശുദ്ധ ദേവാലയത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കണം? വിശുദ്ധ ത്രോണോസിലായിരിക്കണം. കുർബാനക്രമത്തിൽ നോക്കി നമ്മൾ ഗീതങ്ങൾ പാടുകയും പ്രതിവാക്യങ്ങൾ ചൊല്ലുകയും വേണം. അങ്ങനെ പൂർണമായ ഒരുക്കത്തോടുകൂടി പോകുന്നവർ പൂസോയോ പ്രാപിക്കണം, അല്ലെ? അല്ലെങ്കിൽ വിശുദ്ധ കുംഭസാരം നടത്തിയിരിക്കണം. എന്താണ് കുംഭസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മുതിർന്നവർക്ക് കുംഭസാരമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ. മുതിർന്നവര് ആണ്ടിലൊരിക്കൽ, അത് മിക്കവാറും നമ്മുടെ കഷ്ടാനുഭവ ആഴ്ചയിലൊക്കെയാണ് വിശുദ്ധ കുംഭസാരം നടത്തുന്നത്. അങ്ങനെയല്ല, നമുക്ക് തോന്നുമ്പോഴൊക്കെ, അതായത് നമുക്ക് പാപചിന്തകൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്, ഞാൻ വലിയൊരു പാപം ചെയ്തു പോയി, അങ്ങനെ വളരെ പാപബോധത്തോടു കൂടി നടക്കുന്ന ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും വിശുദ്ധ കുംഭസാരം നടത്താവുന്നതാണ്. നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം? പൂസോയ പ്രാപിക്കണം, പാപമോചന പ്രാർത്ഥന അത് നടത്തണം. എല്ലാവരും പൂസോയ പ്രാപിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മൾ പൂസോയ പ്രാപിക്കുമ്പോൾ നിൽക്കുന്നത്? പൂസോയ പ്രാപിക്കുമ്പോൾ നമ്മൾ കൈകൾ കൂപ്പി പ്രാർത്ഥനയോടുകൂടി നിൽക്കണം. അച്ഛൻ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ കുരിശ് വരച്ച് അത് സ്വീകരിച്ച് ആമേൻ എന്ന് 3 പ്രാവശ്യം പറയുകയും വേണം. വിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങാമെന്നാണ് നമ്മൾ പഠിച്ചത്. മനസ്സിലായല്ലോ? ഒന്ന് പറഞ്ഞേ. 1, പ്രാർത്ഥനയോടെയുള്ള ഒരുക്കം. 2, ഭക്ഷണ ക്രമീകരണം. 3, നമ്മുടെ ഡ്രസ്സിലുള്ള ശ്രദ്ധ, വേഷങ്ങളിലുള്ള ശ്രദ്ധ. 4, നമ്മുടെ കയ്യിൽ ഒരു ബാഗ് വേണം. 5,
മാനസികമായ തയ്യാറെടുപ്പ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെ പോകും? ഇതെല്ലാം മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി. ഇങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് അനുഭവിക്കുന്നവർക്ക് അതൊരു വളരെ സന്തോഷപ്രദമായ ആനന്ദപ്രദമായ ഒരു സമയമായിരിക്കും അല്ലെ? നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, ചിലപ്പോ ഹൂസോയെ പ്രാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെല്ലും, വേഗം ഹൂസോയെ പ്രാപിക്കും, എന്നിട്ട് അന്ന് കുർബാന അനുഭവിച്ച് നമ്മൾ പോകും. നമുക്ക് വല്ലതും തോന്നാറുണ്ടോ? പക്ഷേ അതുപോലെ അയോഗ്യമായി നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ നമ്മൾ എന്താവുന്ന പറഞ്ഞത്? കുറ്റക്കാരനാകും. അങ്ങനെ നമ്മൾ ആരും കുറ്റക്കാരനാവാൻ പാടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിൽ പോകാൻ വേണ്ടി. ഓക്കെ, മനസ്സിലായല്ലോ? ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 92 അതിനകത്ത് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങുന്നവർ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ തിരഞ്ഞെടുത്ത് ശരിയായവയും അല്ലാത്തവയും 2 ബോക്സുകളിലായി എഴുതുക. കുറെ വസ്തുക്കളുടെ പേര് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശരിയായത്, ഉപയോഗിക്കാവുന്നത് ഏത്, ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഏത്, അത് നിങ്ങൾ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മുടെ എക്സാം ഇന്ന് വന്നു. അറിഞ്ഞായിരുന്നോ നിങ്ങള്? ഓഗസ്റ്റ് 30 നമ്മുടെ എക്സാം ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചതിന്റെ റിസൾട്ട് നമ്മൾ അവിടെയാണ് കാണുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, ക്ലാസ് കേൾക്കുക, അതിനുശേഷം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതണം. ഇനി നമുക്ക് 2 ആഴ്ചയും കൂടി ബാക്കിയുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നല്ല റിസൾട്ട് ഉണ്ടാക്കണം. ഉണ്ടാക്കൂലോ? റെഡിയല്ലേ? ഡിഗ്രി? യെസ്. ഓക്കെ, ബൈ. ത്രിയേക ദൈവത്തിന് സ്തുതി. പാഠം 20, വിശുദ്ധ വേദപുസ്തകം, ചാപ്റ്റർ 20, ദ ഹോളി ബൈബിൾ. മനപ്പാഠവാക്യം: നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. 119 സങ്കീർത്തനം 97 വാക്യം. വേഴ്സ് മെമ്മറൈസ്. ഓ ഹൗ ഐ ലവ് യുവർ ലോ, ഇറ്റ് ഈസ് മൈ മെഡിറ്റേഷൻ ഓൾ ദ ഡേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗിനൊരു ഉഷാറില്ലല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗിനൊരു ഉഷാറില്ലല്ലേ? ടീച്ചർ ഇന്ന് ആകെ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ കുറേ ബുക്കൊക്കെ ചുമന്നുകൊണ്ടാണ് വന്നത്, അതുകൊണ്ട് ആകെ ടയേർഡായിപ്പോയി. നമുക്ക് ആ ബുക്കൊക്കെ ഒന്ന് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കും എനിക്ക് ഇഷ്ടമുള്ള ബുക്കും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ ബുക്കായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ? ഈ ബുക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഏതാണ്? ടിങ്കിൾ. ഈ ബുക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ എപ്പോഴും വായിക്കാറുള്ള ബുക്കാണ് ടിങ്കിൾ, അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള ബുക്കാണ് ടിങ്കിൾ. എല്ലാവർക്കും ഇഷ്ടമുള്ള ബുക്കാണ് അല്ലേ? നമുക്ക് കാർട്ടൂൺസ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, കുറെ ഗെയിംസ് ഉണ്ട്, എല്ലാം ഉണ്ട് ടിങ്കിൾ, അല്ലേ? നമ്മൾ എപ്പോഴും വഴക്ക് പറഞ്ഞെങ്കിൽ ടിങ്കിൾ മേടിച്ചതാ പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടിങ്കിൾ മേടിച്ച് വായിക്കും. അടുത്ത ബുക്ക് ഏതാണെന്നറിയാമോ? അടുത്തത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ടെൽ മീ വൈ.
ടെൽ മീ വൈ വായിച്ചിട്ടുള്ളവർ ആരാ ഉള്ളത്? ഇതിൽ ഓരോ റീസൺസ് ആണ് കൊടുക്കണേ, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള റീസൺസ്. അടുത്ത ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, മിക്കവരും വായിക്കാറുള്ളൊരു ബുക്കാണ് ബാലരമ. ബാലരമ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ബുക്കാണ്. ടീച്ചറും ചെറുപ്പത്തിൽ ഒത്തിരി ബാലരമ വായിച്ചിട്ടുണ്ട്. ബാലരമ എല്ലാവർക്കും ഇഷ്ടമുള്ള ബുക്കാണ് അല്ലേ? എല്ലാവരും വായിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു തവണ വായിക്കും, 2 തവണ വായിക്കും. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും കുറെ വായിച്ച് ബോറടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും മാറ്റിയിടും അല്ലേ? ചിലർ സൂക്ഷിച്ചു വെച്ച് പിന്നെയും വായിക്കും. കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ എന്തായാലും തൂക്കി വെക്കും അല്ലേ? അതല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയും. ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. 5 കൊല്ലം മുമ്പ് വായിച്ച ബാലരമയൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. ഇതൊന്നുമല്ല, ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബുക്കുണ്ട്. നിങ്ങൾക്കും ഒക്കെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണത്. അതെന്താന്ന് നമുക്ക് നോക്കിയാലോ? വിശുദ്ധ വേദപുസ്തകം, ദ ഹോളി ബൈബിൾ. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടതും ഒക്കെയാണ് ഹോളി ബൈബിൾ. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. വിശുദ്ധ വേദപുസ്തകം എല്ലാവരും വായിക്കാറുണ്ടല്ലോ അല്ലേ? വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാ വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അത് പറഞ്ഞപ്പോഴാണ് ടീച്ചർ ഒരു കഥ ഓർത്തത്. ടീച്ചറെ പഠിപ്പിച്ച ഒരു അച്ഛൻ പറഞ്ഞ കഥയാണ്. അത് നടന്ന സംഭവമാണ്. അച്ഛൻ അത് ഞങ്ങളോട് പറഞ്ഞു തന്നതാണ്. എന്താണെന്നറിയാമോ? ഒരിടത്തൊരു അങ്കിളും ആൻറ്റിയും ജീവിച്ചിരുന്നു. ആൻറ്റി ആണെങ്കിൽ ജോലിക്കെല്ലാം പോയി പൈസ എല്ലാം കൊണ്ടുവന്ന് മക്കളെയൊക്കെ വളർത്തും, വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കും. അങ്കിൾ ആണെങ്കിൽ ഒരു ജോലിക്കും പോകുന്നില്ല കേട്ടോ, ഒരു മടിയൻ അങ്കിളാണ്. ഈ അങ്കിൾ എന്താ ചെയ്യാന്നറിയോ? ഈ ആൻറ്റി ജോലി ചെയ്ത് കൊണ്ടിരുന്ന പൈസയൊക്കെ നമ്മൾ പറയില്ലേ, ഒന്ന് ഇസ്ക്കും നൈസായിട്ട് അല്ലേ? എന്നിട്ട് അതുമായിട്ട് പുള്ളി പോയി ലാവിഷായിട്ട് ചിലവൊക്കെ ആക്കും. അങ്ങനെ കുറെ ആയപ്പോൾ ആൻറ്റി ഒരു സൂത്രം പ്രയോഗിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഈ അങ്കിളിന് പൈസ ഒന്നും കിട്ടുന്നില്ല. ആന്റി വീട്ടിൽ പൈസ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ എവിടെ വെക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലായിടത്തും തപ്പി എങ്ങും കിട്ടുന്നില്ല. അവസാനം അങ്കിള് തോറ്റ് ആന്റിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ല നീ പൈസയൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇതൊക്കെ എവിടെയാ വെക്കുന്നത് എന്ന് ചോദിച്ചു. ആന്റിക്ക് പാവം തോന്നി. കുറെ നാളായി പുള്ളി എല്ലായിടത്തും തപ്പി തപ്പി നടക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. ആന്റിയുടെ മറുപടി ഉണ്ടല്ലോ അങ്കിളിനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. ആന്റി എന്താ പറഞ്ഞെന്നറിയാമോ? ഈ പൈസ എല്ലാം ഞാൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് വേദപുസ്തകത്തിനകത്താ. ഇവിടെ എന്ത് ഭൂകമ്പം വന്നാലും അത് മാത്രം നിങ്ങൾ തുറന്നു നോക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. എന്താ അതിന്റെ അർത്ഥം? എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എവിടെയൊക്കെ ഇരുന്നാലും അങ്കിള് വേദപുസ്തകം മാത്രം കൈ കൊണ്ട് തൊടില്ല. അതുകൊണ്ട് ആന്റിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, വേദപുസ്തകത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കിൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ആന്റി ആ സൂത്രം പ്രയോഗിച്ചത്. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണോ? ആരും എടുക്കേണ്ടാത്ത സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമാണോ വേദപുസ്തകം? അങ്ങനെ ആവാൻ പാടില്ല അല്ലേ? ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ ഈ ഇലക്ട്രിസിറ്റി ബില്ല്, ഫോൺ ബില്ല്, ഐഡന്റിറ്റി കാർഡ്, അങ്ങനെ വളരെ സൂക്ഷിച്ചൊക്കെ ഉണ്ട്. ചില ഫോൺ നമ്പറൊക്കെ അമ്മച്ചിമാരൊക്കെ എഴുതി വേദപുസ്തകത്തിനുള്ളിൽ വെക്കും. എന്താണെന്നറിയാമോ? ബാക്കി ഏത് പുസ്തകം എടുത്താലും എല്ലാവരും അത് അവിടെ കൊണ്ടുവയ്ക്കും, ഇവിടെ കൊണ്ടുവയ്ക്കും, വായിക്കും. ചേട്ടൻ വായിക്കും, അനിയൻ വായിക്കും, ചേച്ചി വായിക്കും, അനിയത്തി വായിക്കും, എല്ലാവരും വായിച്ച് അവിടെ ഇവിടെയെല്ലാം കൊണ്ടുവച്ച് അത് കളയും അതിൻ്റെ ഉള്ളിലുള്ള സാധനം. വേദപുസ്തകം ആകുമ്പോൾ ആരും തൊട്ട് നോക്കില്ല, അതങ്ങ് സുരക്ഷിതമായിട്ട് സേഫായിട്ട് അവിടെ ഇരുന്നോളും. അങ്ങനെ ആവാൻ പാടുണ്ടോ? അങ്ങനെ ആവാൻ പാടില്ല. കാരണം ബൈബിൾ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവാ. ബൈബിൾ എന്താണ്? ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. ബൈബിൾ എന്താണ്? ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. ആദിമകാലം മുതൽ, അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ കാലം മുതൽ ദൈവം മനുഷ്യനോട് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതിലാണ്? ബൈബിളിലൂടെയാണ്. ദൈവം തന്റെ ഏകപുത്രനെ, മനുഷ്യാവതാരം സ്വീകരിച്ച ദൈവത്തിന്റെ ഏകപുത്രൻ ഭൂമിയിലേക്ക് വന്നു, ജനിച്ചു, പരസ്യജീവിതം നയിച്ചു, ക്രിസ്തുവിന്റെ കുരിശുമരണം, പുനരുത്ഥാനം, ഇവയെല്ലാം നമ്മൾ അറിഞ്ഞത് ഏതിലൂടെയാണ്? ബൈബിളിലൂടെയാണ് അല്ലേ? പാപത്തിൽ നിന്നും നമ്മളൊക്കെ എങ്ങനെ അകന്നു നിൽക്കണം, ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതിലൂടെയാണ്? ബൈബിളിലൂടെയാണ്. ഇനി അഥവാ നമ്മൾ പാപത്തിൽ ഒന്ന് വീണുപോയാൽ അതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് ദൈവ മക്കളായി ജീവിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നും നമ്മളോട് പറയുന്നത് ഏതിലൂടെയാണ്?
ബൈബിളിലൂടെയാണ്. അപ്പൊ ബൈബിളിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെ? ബൈബിളിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഈ ബൈബിള് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഫേമസ് ബുക്സ് ഒക്കെ, അല്ലെ? ഒരു ഓഥർ എഴുതിയതാണ്, അല്ലെ? ഷേക്സ്പിയർ എഴുതിയ ബുക്കുകളുണ്ട്, കുറെ ബുക്സ് നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എഴുതിയ ബുക്സ് ഉണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരാൾ എഴുതിയ ബുക്കാണോ ഈ ബൈബിള്? ബൈബിൾ ആരെങ്കിലും ഒരാൾ എഴുതിയതാണോ? അല്ല. വിവിധ സ്ഥലങ്ങളിലിരുന്ന് വിവിധ തലത്തിൽപ്പെട്ട ആളുകൾ എഴുതിയ പുസ്തകമാണ് ബൈബിൾ. വിവിധ തലത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ എന്താ? പല ലെവലിലുള്ള ആൾക്കാർ. ആരൊക്കെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്? രാജാക്കന്മാർ എഴുതിയിട്ടുണ്ട്, ആട്ടിടയന്മാർ എഴുതിയിട്ടുണ്ട് ബൈബിൾ, അല്ലെ? ആട്ടിടയന്മാർ ബൈബിളിലെ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ലേ? രാജാക്കന്മാർ എഴുതിയിട്ടില്ലേ? പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട്, മുക്കുവന്മാർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ അവരുടെ ദൈവമായിട്ടുള്ള അനുഭവങ്ങൾ, ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങൾ, അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം വിശദമായി നമ്മളെ അറിയിക്കാൻ എഴുതിയിരിക്കുന്നതാണ് ബൈബിൾ. ബൈബിൾ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പഴയ നിയമം, പുതിയ നിയമം. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ എന്തെല്ലാമാണ്? പണ്ട് കാലത്ത് യഹൂദന്മാർ വിശുദ്ധ ഗ്രന്ഥമായി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളാണ് പഴയ നിയമത്തിൽ കൂടുതലായിട്ടുള്ളത്. അതില് ആദത്തിന്റെയും ഹൗവയുടെയും സൃഷ്ടിയുണ്ട്, മോശയുടെ ഇസ്രായേലിലേക്കുള്ള യാത്രയുണ്ട്, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ് പഴയ നിയമം. ഓർത്തഡോക്സ് സഭയുടെ കാനോൻ നിയമം അനുസരിച്ച്, എന്താണ് കാനോൻ? കാനോൻ പല സ്ഥലത്തും നമ്മൾ കേൾക്കാറുണ്ട്. കാനോൻ എന്നതിന്റെ മലയാള അർത്ഥം എന്താണെന്നറിയാമോ? മാനദണ്ഡം, നിയമം എന്നെല്ലാമാണ്. അപ്പൊ നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും കാനോൻ നിയമം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാനദണ്ഡമാണ്, അതാണ് അതിന്റെ മലയാള അർത്ഥം. അപ്പൊ ഓർത്തഡോക്സ് സഭയുടെ കാനോൻ നിയമം അനുസരിച്ച് 46 പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ബൈബിൾ സൊസൈറ്റി പുറത്തിറക്കുന്ന ബൈബിളിൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ഏവൻഗേലിയോൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ പറഞ്ഞ കേട്ടിട്ടില്ലാന്ന്? ഇത് കേട്ട് നോക്കിക്കോന്ന്. മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തു കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് ശേഷിയായ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനാശമുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും. ഏവൻഗേലിയോൻ എന്നതിന്റെ അർത്ഥം എന്താണ്? നല്ല വാർത്ത, സുവിശേഷം. സുവിശേഷം എന്നതിന്റെ അർത്ഥം എന്താണ്? നല്ല വാർത്ത. വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശേഷം ചോദിക്കില്ലേ? അപ്പൊ നല്ലൊരു വിശേഷം, സുവിശേഷം. നല്ല വിശേഷം. എന്താണ് സംഭവിച്ചത്? ദൈവപുത്രൻ മനുഷ്യ അവതാരം സ്വീകരിച്ച് നമ്മുടെ പാപവിമോചനത്തിനായിട്ട് ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, നമുക്ക് വേണ്ടി കുരിശുമരണം കൈവരിച്ചു, ഉത്ഥാനം ചെയ്തു. ഇതെല്ലാം എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? യെസ്, സുവിശേഷത്തിൽ. എവിടെയാണ്? സുവിശേഷത്തിൽ, അല്ലെ? സുവിശേഷം എഴുതിയിരിക്കുന്നത് ആരാണ്? 4 സുവിശേഷകന്മാരാണ്. ആരെല്ലാമാണ്? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ. ഇവർ 4 പേരുമാണ് സുവിശേഷകർ. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണുള്ളത്. സുവിശേഷങ്ങൾ, ആദിമ സഭാപിതാക്കന്മാർ എഴുതിയ ലേഖനങ്ങളുണ്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ട്, അല്ലെ? അപ്പോ ഈ സുവിശേഷത്തില് എന്തൊക്കെയാ ഉള്ളത്? യേശുവിന്റെ ജനനം, പരസ്യ ജീവിതം, കുരിശുമരണം, പുനരുത്ഥാനം, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നത് ഏതിലാണ്? സുവിശേഷത്തിലാണ്.
ടീച്ചർ വന്നപ്പോൾ ചോദിക്കാൻ മറന്നു, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ രാവിലെ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്? നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നമ്മുടെ വിശപ്പെല്ലാം മാറി വയറൊക്കെ നിറഞ്ഞ് അടിപൊളി എനർജറ്റിക് ആയിട്ട് സൺഡേ ക്ലാസ്സിൽ വന്നിരിക്കുക. ഉച്ചയാകുമ്പോൾ നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കില്ലേ? ഇപ്പം ഈവനിങ് ഡിന്നർ കഴിക്കില്ലേ? നൈറ്റിൽ നമ്മൾ ഡിന്നർ കഴിക്കില്ലേ? അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എൻ്റെ വിശപ്പ് മാറി എന്ന് പറഞ്ഞ് ഇനി എനിക്ക് ഒരിക്കലും ഫുഡ് വേണ്ടാന്ന് പറയുമോ? ഇല്ല. നമുക്ക് എനർജിക്ക് ആവശ്യമായ ഫുഡ് സമയാസമയത്ത് വേണം. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് ബൈബിൾ വായന. ഈ പഴയ നിയമവും പുതിയ നിയമവും എഴുതപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ ഭാഷയിലാണെന്ന് അറിയാമോ? പഴയ നിയമം എഴുതപ്പെട്ടിരുന്നത് ക്രിസ്തുവിനൊക്കെ ഒരുപാട് കാലം മുന്നെയാണ്. ഹീബ്രു ഭാഷയിൽ, എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടത്. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ബൈബിൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. ബൈബിൾ ഉപയോഗിക്കുമ്പോൾ വളരെ കരുതലോടെയും ബഹുമാനത്തോടെയും വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്, അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ പറഞ്ഞു ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്. ബൈബിളിൽ 2000-ലധികം ഇടങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു. അപ്പൊ ആ ബൈബിൾ നിറയെ യഹോവ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പൊ നമ്മൾ വളരെ കരുതലോടെയും വളരെ റെസ്പോൺസിബിൾ ആയിട്ടിരുന്ന് വളരെ സീരിയസ് ആയിട്ടിരുന്ന് വേണം ബൈബിള് വായിക്കാനായിട്ട്. അല്ലാതെ അലസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തലയൊക്കെ ചൊറിഞ്ഞ് ക്ലാസ്സിലിരിക്കുന്ന പോലെ ഇരിക്കുമോ? ചിലരൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട്, അല്ലേ? ഇപ്പൊ ടീച്ചർ ക്ലാസ് ഇപ്പൊ ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുക, എല്ലാവരും റെസ്റ്റ്ലെസ് ആയിട്ട് ടീച്ചർ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കും. പെട്ടെന്ന് തിരുമേനി വരുവാണ്, അപ്പൊ നിങ്ങൾ അങ്ങ് അലേർട്ട് ആവും, അല്ലേ? എങ്ങനെ ഇരിക്കും? അയ്യോ തിരുമേനി വന്നു, അപ്പൊ ഭയങ്കര അലേർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആരാ വന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്? യേശു അപ്പച്ചനാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അലേർട്ടായിട്ട് വളരെ കരുതലോടും ബഹുമാനത്തോടെയും ദൈവികതയോടെയും കൂടി വേണം ഇരുന്ന് ബൈബിള് വായിക്കാൻ. ബൈബിൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും അലസമായിട്ട് അവിടെ ഇവിടെയും കൊണ്ട് വെക്കരുത് കേട്ടോ. ബൈബിൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ ഇനി സൺഡേ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സൺഡേ ക്ലാസ്സിനാണെങ്കിലും നിങ്ങൾ വരുമ്പോൾ ബൈബിളും കൂടി കരുതാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മനഃപാഠ വാക്യമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ഓരോ വാക്യങ്ങൾ പഠിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ബൈബിളിൽ എടുത്തു നോക്കാം. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഏതെല്ലാം പുസ്തകങ്ങൾ എവിടെയെല്ലാമാണ് കിടക്കുന്നത്, ഈ വാക്യങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്, അധ്യായം എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ടീച്ചർ ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞുതരാം, എങ്ങനെ അധ്യായം എടുക്കുന്നത് എന്നുള്ളതൊക്കെ. ഇനി നമ്മൾ എവിടെ ബൈബിൾ വായന കേട്ടാലും എന്ത് ചെയ്യണം? ഓടി വെള്ളം കുടിക്കാൻ പോകണം? അല്ല, വളരെ ശ്രദ്ധയോടെ ഇരുന്ന് വേണം ബൈബിൾ വായിക്കുന്നത് കേൾക്കാൻ, അത് മനസ്സിലാക്കണം. ബൈബിളിലെ കഥകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഉപമകള് കഥകള് എല്ലാം നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ടും പങ്കുവയ്ക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവർക്കൊക്കെ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം, അല്ലേ? അതുപോലെ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ ആകെ ചെറിയ കുട്ടികളാണ്. അപ്പൊ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ബൈബിളിലെ ചില കാര്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ നമ്മുടേതായ ഒരു അർത്ഥം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ഇതെങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാതെ നമ്മുടെ അച്ഛന്മാരോടോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടോ അതല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മളായിട്ട് ഒരു അർത്ഥം ഉണ്ടാക്കി അത് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നിൽക്കരുത്. സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ കുട്ടികളാവുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം തന്നെ പഴയ നിയമം ആദ്യം മുതൽ വായിക്കാൻ തുടങ്ങാം എന്ന് വിചാരിച്ച് പഴയ നിയമം മുതൽ വായിച്ചു തുടങ്ങണ്ട. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പ്രൈവറ്റ് ബൈബിൾ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പൊ ആ ബൈബിളിൽ നമ്മൾ ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത് സുവിശേഷം, നല്ല വിശേഷം വെച്ച് വായിച്ചു തുടങ്ങാം, സുവിശേഷങ്ങൾ. പിന്നെ നമുക്ക് വായിക്കാം പഴയ നിയമത്തിൽ നിന്ന് നമ്മുടെ സങ്കീർത്തനങ്ങൾ. ഇത് രണ്ടും നമുക്ക് വായിച്ചു തുടങ്ങാം, അതാണ് നല്ലത്. അപ്പൊ അതാണ് വായിച്ചു തുടങ്ങേണ്ടത്. അപ്പൊ നമുക്കൊരു പ്ലെഡ്ജ് ചെയ്യാം, ഇനി മുതൽ എല്ലാ ദിവസവും പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ നിന്ന് ഒരു 10 വാക്യങ്ങളും സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു 5 വാക്യങ്ങളും എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ വായിക്കും എന്നുള്ളത്, അല്ലേ? ആ ഒരു പ്ലെഡ്ജ് എടുക്കുക എല്ലാവരും. ഇനി മുതൽ എല്ലാ ദിവസവും മുടക്കം കൂടാതെ ഞാൻ സുവിശേഷങ്ങളിൽ നിന്ന് 10 വാക്യവും സങ്കീർത്തനങ്ങളിൽ നിന്ന് 5 വാക്യങ്ങളും വായിക്കും.
ഇനി നമ്മൾ ബൈബിൾ വായിക്കുന്ന രീതി ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ബൈബിളിലെ ഓരോ അധ്യായങ്ങൾ എടുക്കേണ്ട രീതി നോക്കാം. നമ്മളിന്ന് മനപാഠവാക്യത്തിൽ പഠിച്ചത് 119 സങ്കീർത്തനത്തിലെ 97 വാക്യമാണ്. അപ്പൊ നമ്മൾ സങ്കീർത്തനങ്ങൾ എടുത്തു, അതിലെ 119 അധ്യായം എടുത്തു. അതിൽ നമ്മൾ എങ്ങനെയാണ് വാക്യം എടുക്കുന്നത്? നിങ്ങൾ കണ്ടു, സൈഡിൽ വാക്യം കൊടുത്തിരിക്കുന്നത്. അതിലെ 97 വാക്യം നോക്കൂ. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. അങ്ങനെയാണ് നമ്മൾ സങ്കീർത്തനം അധ്യായവും വാക്യവും എടുക്കുന്നത്. നമ്മൾ സങ്കീർത്തനം 119 എടുത്തു, അതിലെ 97 നമ്പർ സൈഡിലാണ് നമുക്ക് നമ്പറുകൾ കൊടുത്തിരിക്കുന്നത്, അതാണ് അതിലെ വാക്യങ്ങൾ. ഇനി നോക്കൂ, മത്തായിയുടെ സുവിശേഷമാണ് എടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ 3-ാം അധ്യായമാണിത്. ഇപ്പൊ നോക്കൂ, 3-ാം അധ്യായത്തിലെ ഏതെങ്കിലും വാക്യങ്ങൾ, ഇപ്പം 3-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, സൈഡിലെ നമ്പറുകൾ കണ്ടോ? അതാണ് വാക്യങ്ങൾ. നമ്മളോടിനി സങ്കീർത്തനത്തിലെ അല്ലെങ്കിൽ സുവിശേഷങ്ങളിലെ ഇത്രാം അധ്യായം അല്ലെങ്കിൽ ഇത്രാം സങ്കീർത്തനം എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണം. ഇതുപോലെ ഒരു സങ്കീർത്തനം എടുത്തു, അതിലെ വാക്യങ്ങൾ സൈഡിൽ നോക്കുക. അതുപോലെ തന്നെയാണ് ഓരോ അധ്യായങ്ങളും ഓരോ പുസ്തകങ്ങളിലെയും. അതിലെ അധ്യായം എടുക്കുക, അതിന്റെ സൈഡിൽ ഓരോ വാക്യങ്ങൾ, ആ വാക്യങ്ങളുടെ നമ്പറുകളും കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞു. എന്താണ് ബൈബിൾ, എങ്ങനെയാണ് ബൈബിൾ ഉപയോഗിക്കേണ്ടത്, ബൈബിളിലെ പുസ്തകങ്ങൾ എത്രയെല്ലാം ഉണ്ട്, ഏതൊക്കെ വിഭാഗങ്ങളാണ് എന്നെല്ലാം, ബൈബിൾ വായിക്കേണ്ട രീതിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ചോദ്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്ന ബൈബിളിൽ എത്ര പുസ്തകങ്ങളാണുള്ളത്? 66 പുസ്തകങ്ങളാണ് ഉള്ളത്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ആരാണ്? എത്ര സുവിശേഷങ്ങൾ ഉണ്ടാവുക, ഏതെല്ലാമാണ്? അപ്പൊ എല്ലാവർക്കും ഇനി സ്വന്തമായിട്ടൊരു ബൈബിൾ ഇല്ലാത്തവർ സ്വന്തമായിട്ട് ബൈബിൾ മേടിക്കണം, അത് വായിക്കണം, അതനുസരിച്ച് ജീവിക്കണം, അല്ലെ? പാപത്തിലൊന്നും വീഴാതെ ദൈവത്തിന്റെ മക്കളായി ജീവിക്കണം. അപ്പൊ നമുക്കിനി അടുത്ത ആഴ്ച കാണാം.